കോഴിക്കോട് കിനാലൂരിൽ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൽ കയ്യേറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്ന് പ്രദേശവാസികൾ. 20 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി എടുത്ത കുഴി റോഡിൽ പൈപ്പിട്ട ശേഷം മൂടിയ നിലയിലാണ്. ഉഷയ്ക്ക് കൈമാറിയ ഭൂമിയിലൂടെയുള്ള റോഡ് ഇപ്പോഴും പഞ്ചായത്തിന്റെ അധീനതയിലാണെന്ന് പ്രസിഡന്റ് BM കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഞങ്ങൾ അറിയാതെ സ്കൂൾ മാനേജ്മെന്റിന്റെ അനുവാദമില്ലാതെ കുറച്ചു പേര് അതിക്രമിച്ച് കിടന്നിട്ട് ഏതാണ്ട് സ്കൂളിന്റെ മധ്യഭാഗത്ത് ഒരു നിർമ്മാണ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ നമ്മുടെ മാനേജ്മെന്റ് അത് അറിയാൻ വേണ്ടി പോയപ്പോൾ ശരിക്കും അവരോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയ. പിന്നെ ആ JCB ഒക്കെ എടുത്തിട്ട് മുമ്പോട്ട് കയറ്റിയായിരുന്നു അവര്. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞത് പനങ്ങാട് പഞ്ചായത്തിന്റെ സമ്മതത്തോടു കൂടിയാണ് ഇവര് ഇങ്ങനെ വന്നതെന്നാണ് അറിഞ്ഞത്. PT ഉഷയ്ക്ക് അത്ലറ്റിക് സ്കൂൾ തുടങ്ങാൻ പാട്ടവ്യവസ്ഥയിൽ കിനാലൂരിൽ സർക്കാർ കൈമാറിയ 30 ഏക്കർ ഭൂമിയാണിത്. ഇതിന് നടുവിലൂടെയുള്ള റോഡിലൂടെ പട്ടികജാതിക്കാർ ഉൾപ്പെടെ 20 കുടുംബങ്ങൾ വഴി നടക്കുന്നുണ്ട്. മലമുകളിലെ വീടുകളിലേക്ക് ശുദ്ധജല പൈപ്പുകൾ സ്ഥാപിക്കാൻ ഈ റോഡിൽ കുഴിയെടുത്തു. പാതിയോളം ഭാഗത്ത് പൈപ്പിട്ട ശേഷം കുഴി അടയ്ക്കുകയും ചെയ്തു. ഇതിനിടെ ഉഷ സ്കൂൾ അധികൃതർ ഇടപെട്ട് പ്രവൃത്തി നിർത്തിവെപ്പിക്കുകയായിരുന്നു. ഈ അടുത്തായിട്ട് പഞ്ചായത്തിൽ നിന്ന് കുടിവെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൈപ്പിടുന്ന പരിപാടി ഇവിടെ തുടങ്ങിയാണ്. അപ്പം അത് അവിടെ എന്തോ ബിൽഡിംഗ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് PT ഉഷയുടെ ആൾക്കാർ ഇവർ തടയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഉഷാ മേഡത്തോട് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഇതിലാണ് റോഡ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതിലാണ് ഓല് റോഡ് തന്നത്. ഇത് ഞങ്ങൾ പൊതുവായി ഉപയോഗിക്കുന്ന വഴിയാണ്, വർഷങ്ങളോളമുള്ള വഴിയാണ്. ആ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം പഞ്ചായത്ത് ചെയ്തത്. പനങ്ങാട് പഞ്ചായത്തിന്റെ രേഖകളിൽ ഇപ്പോഴും റോഡ് പൊതുവാണെന്ന് പ്രസിഡന്റ്. അപ്പൊ ഞങ്ങൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ PT ഉഷയുടെ സ്ഥാപനം നിലനിൽക്കണം, അത് വളർന്ന് വികസിക്കണം, അവിടെയുള്ള കുട്ടികൾ അറിയപ്പെടുന്നവരായി മാറണം PT ഉഷയെപ്പോലെ തന്നെ. അതോടൊപ്പം തന്നെ മറുഭാഗത്തുള്ള ഈ പാവപ്പെട്ട പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടാൻ പാടില്ല. ഇപ്പോഴത് എന്താക്കിയെന്ന് വെച്ചാൽ CPMന്റെ പൊടി അവിടെ കെട്ടിയിട്ടുണ്ട്. CPM PT ഉഷയ്ക്കെതിരായിട്ട് പ്രതികാരം ചെയ്യാൻ എന്നൊക്കെയുള്ള യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. 2014 റോഡിൽ പ്രദേശവാസികൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്തിയതിനെതിരെ ഉഷ സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പേരാമ്പ്ര കോടതിയുടെ വിധി പഞ്ചായത്തിന് അനുകൂലമായതോടെ ഇത്തവണ ഗ്രാമപഞ്ചായത്ത് റോഡ് നവീകരണത്തിന് 13 ലക്ഷം രൂപ വകയിരുത്തുകയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെയാണ് PT ഉഷ രംഗത്തു വരുന്നത്. PT ഉഷ MP പറയുന്നതാണോ അതോ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും പറയുന്നതാണോ ശരി? മലമുകളിലെ 20ഓളം കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് പൈപ്പ് സ്ഥാപിക്കാൻ റോഡിൽ കുഴിയെടുത്തു എന്നുള്ളത് വാസ്തവമാണ്. അല്ലാതെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഈ ഭൂമിയിൽ നടന്നിട്ടില്ല എന്നതാണ് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം S വിനേഷ് കുമാർ, News 18 കോഴിക്കോട്.